ഇവിടെ എത്തിയ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓരോ വ്യക്തികളെയും ഞാൻ എൻ്റെ നന്ദി ആദ്യമായിട്ട് അറിയിക്കുക. ഈ പേർഷ്യക്കാരൻ എന്ന സിനിമ യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മയുടെ ഒരു റിസൾട്ടാണ്. ഇന്ന് ഈ പൂജയെ വ്യത്യസ്തമാക്കുന്നത് 30 വർഷത്തിന് മുകളിൽ അത് വിദേശത്ത് ജീവിച്ച 10 മലയാളികളെ ഈ വേദിയിൽ ഞങ്ങൾ ആദരിക്കുകയാണ്. ഈ 10 പേരുടെ ജീവിതാംശത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ ജീവിച്ചവരുടെ എല്ലാവരുടെയും ഒരു വാക്കെങ്കിലും അവരുടെ ഒരു നോവെങ്കിലും ഈ സിനിമയിൽ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. എല്ലാവരും ഈ ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം. പേർഷ്യക്കാരൻ എന്ന ഈ സിനിമയുടെ പൂജാവേളയിൽ ഭദ്രദീപം തെളിയിക്കുന്ന ഈ ചടങ്ങിലേക്കായി എല്ലാ വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്വിച്ച് ഓൺ കർമ്മം തന്നെ ഹൗസ്ഫുള്ളാണ്. എല്ലാ ഷോസും ഇത് റിലീസ് ചെയ്യുന്ന എല്ലാ തിയേറ്ററുകളിലും എല്ലാ ഷോസും ഹൗസ്ഫുള്ളാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗൃഹാതുരത്വത്തോടുകൂടി ഓരോ പ്രവാസികൾക്കും ഓർക്കുവാൻ കഴിയുന്ന ഒരു സിനിമയായി, ഒരു ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമായി ഇത് മാറും എന്നത് നിസ്തർക്കമാണ്. ഇതിനുള്ള എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും ഞാൻ നേരുന്നു. നമസ്കാരം. ഈ പടത്തിൻ്റെ വിജയം നിങ്ങളുടെയൊക്കെ കൈകളിലാണ്. നിങ്ങൾ അത് ഞങ്ങൾക്ക് നേടിത്തരും എന്ന പരിപൂർണ വിശ്വാസത്തോടെ മൈക്ക് ഞാൻ കൊടുക്കും. അടുത്തതായി പേർഷ്യക്കാരൻ എന്ന സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിലേക്കായി പ്രശസ്ത ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബു സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു.